ഹായ് ഫ്രണ്ട്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് തേനീച്ച പരിപാലനമാണ്. അതായത് തേനീച്ചകൾ സാധാരണ നമുക്കറിയാം പൊത്തുകളിലൊക്കെയാണ് ഇരിക്കുന്നത്. നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന കൂടുകളിൽ എങ്ങനെ ഈ തേനീച്ചകളെ പരിപാലിച്ച് നമുക്ക് തേൻ ശേഖരിക്കാം എന്നുള്ള ഒരു ചെറിയ വീഡിയോയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ കയ്യിലിരിക്കുന്നത് തേനീച്ചക്കൂട്ടിൽ തേനിനെ പിടിക്കാൻ വേണ്ടി ഈച്ചയ്ക്ക് അടിക്കുന്ന ഒരു ഉപകരണമാണ്. ഇതിനെ സ്മോക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ചകിരിച്ചോറ് ചകിരി ഇട്ടിട്ട് അതിന് പുറത്ത് ലേശം തീ കഷ്ണം വച്ചിട്ട് അതിൻ്റെ പുറത്ത് ചകിരിച്ചോറ് വച്ചിട്ട് അടച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പുക പുറത്ത് വരും. ഇത് ആദ്യം കൂട്ടിലേക്ക് അടിക്കും. ഇപ്പോൾ കൂട് കാണിച്ചു തരാം. ഇത് പഴയ ഒരു തേനീച്ച കോളനിയാണ്. ഇത് വന്ന് കയറിയ ഈച്ചകളാണ്. അപ്പോൾ കാലിയായിരുന്ന കൂട്ടിൽ വന്ന് കയറിയ ഈച്ചയാണ്. ആദ്യം ഇതിൻ്റെ മുഖമെന്ന് പറയുന്ന കിഴക്ക് ദർശനമായിട്ടാണ് മുഖം ക്രമീകരിച്ചിരിക്കുന്നത്. കിഴക്കോട്ട്, അതായത് സൂര്യൻ ആദ്യം ഉദിക്കുമ്പോൾ കിഴക്ക് ദിശയിലേക്കാണ് ഈ തേനീച്ചകളൊക്കെ തേൻ ശേഖരിക്കാൻ അതിരാവിലെ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുഖം എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അവിടെ ലേശം പുക കൊടുക്കുകയാണ് ആദ്യം. പൊളിച്ചിട്ടുണ്ട്. കൂടിന് പുറത്ത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മഴവെള്ളം വീഴാതിരിക്കാനാണ്. എന്നിട്ട് 4 ചുറ്റും ലേശം പുക കൊടുത്തു. ഇനി തുറക്കാൻ പോവുകയാണ്. ഈ കൂടിനുള്ളിൽ നമുക്ക് തേനെടുക്കാൻ പാകത്തിലല്ല തേനീച്ചകൾ ഷെല്ലുകൾ കെട്ടി വച്ചിരിക്കുന്നത്. ഈ ഫ്രെയിമിനുള്ളിൽ ഈ ഷെല്ലുകളെ കട്ട് ചെയ്ത് തേനെടുക്കാൻ പാകത്തിന് വച്ചു കൊടുക്കണം. അപ്പോൾ അതിനകത്തുള്ള റാണിക്കും മറ്റുള്ള ഈച്ചകൾക്കും കേടുപാട് സംഭവിക്കാതെ വളരെ മൃദുവായിട്ട് ആ ഷെല്ലുകളെ പൊക്കി എടുത്താണ് കട്ട് ചെയ്യേണ്ടത്. കൂടിനുള്ളിൽ നിന്ന് ഷെല്ലുകൾ ഉയർത്തിയെടുക്കുമ്പോൾ പുക കൊടുത്തിട്ട് വേണം ഉയർത്തിയെടുക്കാൻ. പുക ഷെല്ലിലേക്ക് കൊടുക്കുമ്പോൾ തേനീച്ചകൾ അകന്ന് മാറിപ്പോകും. ഒരു സീസണിൽ ഒരു കൂട്ടിൽ നിന്ന് ഏകദേശം 5 ലിറ്ററോളം തേന് കർഷകന് ലഭിക്കുന്നതായിരിക്കും. ഈ കാണുന്നതാണ് തേനീച്ചയുടെ റാണിയുടെ മുട്ട. ഒരു കൂട്ടിൽ ഒന്നിലധികം റാണികൾ ഉണ്ടെങ്കിൽ ആ കൂട് 2ആയി വേർപിരിയുകയാണ് ചെയ്യുന്നത്. തേനീച്ചകൾ റാണി ഈച്ചയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരാണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലിക്ക് ഇന്ന് ഒരു 100 ഗ്രാമിന് മാർക്കറ്റിൽ ഏകദേശം 8000-ഓളം രൂപ വിലയുണ്ട്. തേനീച്ച കൃഷിയിലെ ഒരു സാധനങ്ങളും പാഴല്ല. കേവലം ഇതിൻ്റെ ഷെല്ല് കോസ്മെറ്റിക്സിനും പോളിഷിങ്ങിനും മെഴുക് ഉൽപ്പന്നങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. മായം കലരാത്ത തേന് നമുക്കെങ്ങനെ തിരിച്ചറിയാം? അതായത് ഒരു തുള്ളി തേന് ഒരു കോട്ടൺ തുണി എടുത്തിട്ട്
ആ കോട്ടൺ തുണിയുടെ പുറത്തേക്ക് ഒരു തുള്ളി തേന് വെച്ചാൽ ആ കോട്ടൺ തുണി നനയുകയാണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് തേനാണ്. ഇത് തേന് ശേഖരിക്കുന്ന ഫ്രെയിമാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്ത ഈ സെല്ലുകൾ ഇതിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താണ് നമ്മൾ തേന് ശേഖരിക്കുന്നത്. ഒരു ദീർഘ ചതുരാകൃതിയിൽ ഷെല്ലുകൾ കട്ട് ചെയ്ത് നന്നായിട്ട് ഫ്രെയിമിൻ്റെ അകത്തുറപ്പിച്ചാണ് ഇപ്പോൾ വയ്ക്കുന്നത്. മുകളിലത്തെ തട്ടിലാണ് തേന് ശേഖരിക്കാൻ ഫ്രെയിമുകൾ ക്രമീകരിക്കുന്നത്. 4 ഫ്രെയിമുകളാണ് മുകളിലത്തെ തട്ടിൽ കട്ട് ചെയ്ത് ഉറപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രെയിമുകൾ ഷെല്ല് കട്ട് ചെയ്ത് ഉറപ്പിക്കുമ്പോൾ വേസ്റ്റായിട്ട് വരുന്ന മുട്ടകൾ ഒന്നും കൂട്ടിന് ചുവട്ടിൽ വീഴാൻ പാടില്ല. എങ്കിൽ ഉറുമ്പ് വന്ന് ധാരാളമായി കയറുകയും തേനീച്ചകൾ കൂട് തന്നെ ഉപേക്ഷിച്ച് പറന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് കൂടും പരിസരത്തും ഈ കട്ട് ചെയ്യുന്ന പുഴുക്കളൊന്നും തന്നെ വീഴാൻ പാടുള്ളതല്ല. തേന് അമൂല്യമായ ഒരു ഔഷധമാണ്. പ്രമേഹ രോഗികൾക്ക് തേന് കഴിക്കാം. കാരണം ഇത് ഒരു ജീവിയുടെ ഉള്ളിൽ പോയി ദഹിച്ച ആഹാരമാണ് തേന്. ആ ദഹിച്ച ആഹാരത്തെ തേനീച്ച ഷെല്ലുകളിൽ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. 55% ഷുഗർ മാത്രമേ തേനിൽ ഉള്ളൂ. തേനെടുക്കാൻ പാകത്തിൽ ഇതിൻ്റെ സെല്ലുകളൊക്കെ അറുത്തിട്ടിട്ടുണ്ട്. അറുത്ത് ഓരോന്ന് 4 സെല്ലാണ് മുകളിൽ വയ്ക്കുന്നത്, 6 സെല്ല് താഴെയുണ്ട്. അപ്പോൾ താഴെ മുട്ടയും മുകളിൽ ഈ പോർഷനിൽ തേനുമാണ് സാധാരണ തേനീച്ചകൾ ശേഖരിക്കുന്നത്. ഇവിടെ കുറച്ച് തേനിരിപ്പുണ്ട്. ഇതൊരു പഴയൊരു പെട്ടിയാണ്. അപ്പോൾ ഇവിടെ തേനിരിപ്പുണ്ട്. ഈ തേന് സാധാരണ എടുക്കാറില്ല. ഇത് മഴക്കാലത്തൊക്കെ ഈ തേനീച്ചകൾക്ക് കുടിക്കാനുള്ള തേനായിട്ട് എപ്പോഴും ഈ ഭാഗത്ത് ക്രമീകരിച്ചിരിക്കും. എന്നാൽ തേനിൻ്റെ സീസണിൽ ഇതൊക്കെ അറുത്തെടുക്കും, പുതിയ സെല്ലുകൾ കെട്ടും. അങ്ങനെയാണ്. ഇപ്പോൾ ഇട്ട് അടയ്ക്കാൻ പോവുകയാണ്. അടുത്ത ആഴ്ച ഈ കട്ട് ചെയ്തിട്ട ഇതിലെല്ലാം തേനുണ്ടാവും. അപ്പോൾ ആ തേനെടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യുക. ഇത് കാലി ഫ്രെയിമാണ്. ഇതിൽ മുകൾ ഭാഗത്ത് നല്ല തേനിരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇതും ഫുള്ള് തേനാണ്. നമുക്ക് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ റാട്ട് എന്ന് പറയുന്ന ഇത് കറക്കിയെടുക്കാനുള്ള യന്ത്രമുണ്ട്. അത് ഞാൻ പിന്നാലെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ, ഇതൊരു നമ്മൾ കാലി കൂടുകൾ വച്ചിട്ട് അതിൽ വന്ന് കയറുന്ന തേനീച്ചകളെ അതിനെ തേനെടുക്കാൻ പാകത്തിൽ സെറ്റ് ചെയ്തതാണ് ഞാനിപ്പോൾ കാണിച്ചത്. പിന്നെ തേനെടുക്കുന്നതൊക്കെ പിന്നീട് കാണിക്കാം. അപ്പോൾ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ കാണിച്ച ഡെമോ എല്ലാവരും ചെയ്യാൻ പോകരുത്. തേനീച്ച കൊന്നുകളയും. അപ്പോൾ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. എനിക്കിതിൽ 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇതെല്ലാം ചെയ്ത് കാണിച്ചത്. ഇത് ധാരാളം സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഞാൻ പെട്ടെന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ പുക വേണം. കൂട് കൈകാര്യം ചെയ്യാൻ എപ്പോഴും പുക വേണം. മുഖത്ത് നെറ്റെല്ലാം ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്. കയ്യിൽ ഉറയൊക്കെ ഇട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ കുത്ത് കൊണ്ടാൽ അത് വാദത്തിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ 1-2 തേനീച്ച കൊട്ടിയെന്നും പറഞ്ഞ് ആരും പേടിക്കേണ്ടതില്ല. അത് വാദത്തിൻ്റെ ഒരു ഔഷധിയാണ്. അപ്പോൾ ഇത് എല്ലാവരും വീഡിയോ കണ്ട് കാണുക, ഒപ്പം കൂടുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് തേനീച്ചകളുടെ ധാരാളം പെട്ടികളും ചെറിയ തേനീച്ചയുടെ പരിപാലനമൊക്കെ പിന്നാലെ കാണിക്കുന്നതായി. എല്ലാവർക്കും നല്ല നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.
അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഓക്കെ.